കഴിഞ്ഞ ദിവസം നടന്ന തമിഴ്നാട്ടിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇഫ്താർ സംഗമമുണ്ട്. TVK എന്ന് പറയുന്ന തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ സ്ഥാപകനായ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം നടത്തിയ 15ഓളം പള്ളികളിൽ നിന്ന് ഇമാമിങ്ങളെയും 3000ഓളം ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഇഫ്താർ സംഗമം എത്രയോ മനോഹരമായ സന്ദേശമാണ്, എത്രയോ മനോഹരമായ സന്ദേശമാണ്. അദ്ദേഹം ഒരു മുസ്ലിമല്ല, അദ്ദേഹം ഒരു മുസ്ലിമല്ല, പക്ഷേ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള 3000ഓളം വരുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇഫ്താറിന്റെ സംഗമം നടത്തുമ്പോ അതെത്രയോ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്, എത്രയോ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ പഴയകാലത്തെ സുന്ദരമായ സൗഹൃദങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന എത്രയോ മനോഹര സന്ദേശമാണത്. 1000 പ്രഭാഷണങ്ങളെക്കാൾ അർത്ഥവ്യാപ്തിയുള്ള ഒത്തുചേരലാണത്. 1000 പ്രഭാഷണങ്ങളെക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം എത്രയോ മനോഹരമായ നിമിഷങ്ങൾ മതത്തിന്റെ ജാതീയതയുടെയും എല്ലാം വേലിക്കെട്ടുകൾ മറന്നുകൊണ്ട്, അതെല്ലാം വേലിക്കെട്ടുകൾ മറന്നുകൊണ്ട് സൗഹൃദത്തിന്റെ ഒരു ഒത്തുചേരലായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇതിന് സാധ്യമാകുന്നതെന്താ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാൻ തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ നേതാവായ വിജയിക്ക് സാധിച്ചതെന്താ? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു ഹൈന്ദവനാണ്, അവൻ മുസ്ലിമാണ്, പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി, അതിന്റെ എല്ലാം അപ്പുറത്ത് ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്, പരസ്പരം സൗഹൃദം പങ്കിടേണ്ടവരാണ്, പരസ്പരം കണ്ണീരൊപ്പേണ്ടവരാണ്, പരസ്പരം സാന്ത്വനമാകേണ്ടവരാണ്, പരസ്പരം തണലാകേണ്ടവരാണ്. ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള ബോധമാണ്. ആരാണ് മനുഷ്യനാരാ? മനോഹരമായ ആരെയും ആകർഷിക്കുന്ന മുഖലാവണ്യമുണ്ടെങ്കിൽ ഒരാൾ മനുഷ്യനായി മാറില്ല. ആരെയും ആകർഷിപ്പിക്കുന്ന സുന്ദരമായ വസ്ത്രം ധരിച്ചാൽ ഒരാളും മനുഷ്യനായി മാറില്ല. ആലങ്കാരികമായ ചമൽക്കാരങ്ങൾക്ക് പുറം മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണം. സ്നേഹത്തിന്റെ ആർദ്രതയുടെ കരുണയുടെ മനോഹരമായ സുന്ദരമായ നിമിഷങ്ങളെ മറ്റുള്ളവർക്ക് എപ്പോഴാണോ പകർന്നു നൽകാൻ കഴിയുന്നത് അപ്പോഴാണ് ഒരാൾക്ക് മനുഷ്യനായി മാറാൻ കഴിയുക. ആ മനുഷ്യനായി മാറുക എന്നുള്ള സന്ദേശമാണ് ഇതേപോലെയുള്ള സൗഹാർദ്ദത്തിന്റെ ഇഫ്താറുകൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ പഴയകാല സൗഹൃദങ്ങൾ കിടന്നു വരണം. സുന്ദരമായ സൗഹൃദങ്ങൾ ഏറ്റവും വലിയ മനോഹര നിമിഷങ്ങളായി മാറണം. അങ്ങനെയുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ നാട് നീങ്ങണം. അപ്പോഴാണ് സമാധാനത്തിന്റെ സുന്ദരമായ ഒരു അന്തരീക്ഷം സംജാതമാവുക. അങ്ങനെയുള്ള സൗഹൃദത്തിന്റെ സംഗമങ്ങൾ നമ്മൾ ഉണ്ടാവണം. ഇന്ന് എത്രയോ വലിയ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ, ജാതീയതയുടെ പേരിൽ എത്രയെത്രയോ കൊള്ളകൾ, എത്രയെത്രയോ കൊലപാതകങ്ങൾ, എത്രയെത്രയോ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങൾ, സംസാരങ്ങൾ. അതിന്റെ എല്ലാം നടുവിൽ മതം പറഞ്ഞുകൊണ്ട് മനുഷ്യന് മതമിളകുന്ന, മതം പറഞ്ഞുകൊണ്ട് മനുഷ്യന് മതമിളകുന്ന ഈ കാലുഷ്യത്തിന്റെ കാലത്ത് സൗഹാർദ്ദത്തിന്റെ സുന്ദരമായ മാനവ ഐക്യത്തിന്റെ മനോഹരമായ നിമിഷങ്ങളെ പകർന്നു നൽകുന്ന ഇഫ്താർ സംഗമങ്ങൾ അതെത്രയോ വലിയ മനോഹരമായ അർത്ഥവ്യാപ്തിയുള്ള സന്ദേശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ നേതാവായ വിജയ് അദ്ദേഹം 3000ഓളം ആളുകളെയും 15ഓളം പള്ളികളിലെ ഇമാമിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിയ ഇഫ്താർ സംഗമം അതേപോലെ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ സുന്ദരമായ സന്ദേശമാണ്. മതത്തിനപ്പുറം, ജാതിക്കപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, വർണ്ണവർഗ വൈജാത്യങ്ങൾക്കപ്പുറം മനുഷ്യനായി നമുക്ക് ചേർന്നിരിക്കാൻ കഴിയണം, നമുക്ക് ഒത്തുചേരാൻ കഴിയണം. പരസ്പരം സ്നേഹത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ, ബഹുമാനത്തോടെ, സാഹോദര്യത്തോടെ, സൗഹാർദ്ദത്തോടെ നമുക്ക് ചേർന്നിരിക്കാൻ കഴിയണമെന്നുള്ള മനോഹരമായ ഒരു സുന്ദരമായ സന്ദേശമാണ് അദ്ദേഹം തന്റെ ഇഫ്താർ സംഗമത്തിലൂടെ, അദ്ദേഹം നടത്തിയ ഇഫ്താർ സംഗമത്തിലൂടെ ലോകത്തിന് കൈമാറിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ സത്യത്തെ സത്യമായി, സൗഹൃദങ്ങളെ സൗഹൃദമായി, യഥാർത്ഥ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.